30 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണം തന്നെയാണ്. ജനങ്ങൾ മടുത്ത ഒരു ഭരണമാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ വാശിയേറിയ പോരാട്ടം നടന്ന 6-ാം വാർഡ് കുളിർമല വാർഡിലെ UDF സ്ഥാനാർത്ഥി നാലകത്ത് ബഷീർ സാഹിബിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ മത്സരമായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും കനത്ത പോരാട്ടം നടന്ന ചില വാർഡുകളിലൊന്നാണിത്. ഗ്ലാമർ വാർഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കുളിർമല വാർഡിലെ വലിയ വിജയപ്രതീക്ഷയാണ് നേരത്തെയും പ്രൊഫസർ നാലകത്ത് ബഷീർ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും നല്ല വോട്ടർമാരുടെ നല്ല തിരക്കാണ്. അപ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് ഇത്തവണ 25 വാർഡൊക്കെ ജയിച്ച് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, UDFന്റെ കൺവീനറാണ്. അത്രയ്ക്കും പ്രതീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള ഒരു ഘടകങ്ങൾ ഉണ്ടാവുള്ളൂ. അതെന്താണ്? ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണം തന്നെയാണ്. ജനങ്ങൾ മടുത്ത ഒരു ഭരണമാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാവണമെന്നാണ്. UDFോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാവണമെന്നാണ്. 5 വർഷം നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങളൊന്ന് ഭരിച്ചു കാണിക്ക് എന്നാണ് മാർക്സിസ്റ്റിലെ സാധാരണക്കാരൻ പറയുന്നത്. ഞങ്ങൾക്ക് 30 വർഷവും ഒന്നും വേണ്ട ഈ പെരിന്തൽമണ്ണ നഗരസഭയെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കാൻ. വെറും 5 വർഷം മതി. 5 വർഷം കൊണ്ട് എങ്ങനെയാണ് ഭരിക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയെ കാണിച്ചു കൊടുക്കാം. ഈ വാർഡിലെ ജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടിത്തുടങ്ങുകയും ചെയ്യും. എൻ്റെ വാർഡ് എന്ന് പറയുന്നത് 944 വോട്ട് ഉള്ള ഒരു വാർഡാണ്. ടൗൺ വാർഡാണ്, ടൗണിന്റെ ഹൃദയമാണ്. ആ 944 വോട്ടിൽ 100 വോട്ടോളം ഗൾഫും അതേപോലെ മരിച്ചതും കഴിച്ചാൽ ബാക്കി 818 വോട്ടേ ഉള്ളൂ. ആ 818 വോട്ടിൽ 710ഉം 740നും ഇടയ്ക്ക് ഇവിടെ പോളിംഗ് നടക്കുകയുള്ളൂ. അതിൽ വ്യക്തമായ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് UDFന്റെ വോട്ട് എത്രയാണെന്നുള്ളത്. UDFന് 470-500ന്റെ ഉള്ളിൽ വോട്ട് UDFന് ലഭിക്കും. മുമ്പ് ഞങ്ങൾ എടുത്തത് 294 വോട്ടാണ് പോൾ ചെയ്തത്. ആ 294 വോട്ട് പോൾ ചെയ്തതിൽ 100ൽ പരം വോട്ടിന്റെ ലീഡിനാണ് ഈ വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്നത്. ഞങ്ങളെ ലീഡിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി. 22 മുതൽ 25 വരെ സീറ്റുകൾ UDFന്റെ കയ്യിലാണ്. ഈ UDF പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഭരിക്കും. അതിൽ ഈ 6-ാം വാർഡ് UDFന്റെ ഭരണത്തിന് കൈവെക്കാൻ 6-ാം വാർഡിൽ നിന്ന് ഒരു കൗൺസിലർ ഉണ്ടാവും. ഒരു സംശയമാക്കാനില്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാലകത്ത് ബഷീർ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ 6-ാം വാർഡിൽ വിധി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ വിജയം ഉറപ്പിച്ച എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ജനം വിധി എഴുതുകയാണ്, ജനമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ജനം വിധി എഴുതിക്കൊണ്ടിരിക്കണം. എല്ലായിടത്തും നല്ല രീതിയിൽ വോട്ടർമാരുടെ തിരക്കുണ്ട്. അപ്പൊ അതൊക്കെ അത്ഭുതം സംഭവിക്കാവുന്ന കാര്യങ്ങളാണെന്നാണ് UDFന്റെ പല പ്രവർത്തകരും പറഞ്ഞത്. LDF പറയുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ബഷീർ മാഷ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ചില ഘടകങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർഡിലെ ഗ്ലാമർ വാർഡ്, ഈ കുളിർമല വാർഡില് ഓരോ അരമണിക്കൂറും വിധിയെടുത്ത് നടക്കുമ്പോഴും വിജയം ഒപ്പം എത്തുന്നുണ്ട്. വോട്ടർമാര് അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരാണ് കൂടുതൽ വരുന്നതെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ആശംസിക്കാനേ പറ്റുള്ളൂ. ആരെ വാഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.